ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു എലിഫൻറ്റിനെയാണ്. സിമ്പിളായിട്ടുള്ള എലിഫൻറ്റ്. ഇതൊരു ഗോൾഡൻ ത്രെഡിൽ മാത്രമാണ് ഈ എലിഫൻറ്റിനെ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മൾ എലിഫൻറ്റിൻ്റെ ഹെഡ് തൊട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഉപയോഗിച്ച നീഡിൽ നമ്പർ എന്ന് പറയുന്നത് 14 എടുത്തേക്കുന്നത്. 14, 23 നമുക്ക് എടുക്കാം. അപ്പം ഇതിലാണെങ്കിൽ നമ്മൾ ഈ ഹെഡിലാണെങ്കിൽ നമ്മൾ ഓരോ സീക്വൻസ് വെച്ച് നമ്മൾ ഈ ഹെഡ് കവർ ചെയ്യുന്നുണ്ട്. അതുമല്ല ഈ സ്റ്റെയിൻ സ്റ്റിച്ച് മാത്രമാണ് ഈ എലിഫൻറ്റിനെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഹെഡ് മൊത്തം ഇതിൻ്റെ വാലും ഇതിൻ്റെ കാലും ഒക്കെ നമ്മൾ ഈ ഒരു സ്റ്റെയിൻ സ്റ്റിച്ച് മാത്രമാണ് ഇത്ര ലെന്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ണാണെങ്കിൽ നമ്മൾ ഈ സ്റ്റെയിൻ സ്റ്റിച്ച് വെച്ചാണ് കണ്ണ് നമ്മൾ കവർ ചെയ്യുന്നത്. കണ്ണ്, പിന്നെ അതിൻ്റെ കൊമ്പ്, ഇതെല്ലാം സ്റ്റെയിൻ സ്റ്റിച്ച്. ഇതിൻ്റെ അകത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഹെഡിലൊരു ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാമെന്ന്. അപ്പോൾ നമുക്കതെങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിക്കുക. നമുക്കിവിടെ ഈ ഹെഡിലുണ്ട് 2 വര ഇങ്ങനെ കൊടുക്കുക. 2 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മധ്യത്തിൽ നമുക്ക് ഈ സീക്വൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു വര ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഞാൻ പെൻസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും നമ്മളൊരു വര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വര ഇട്ടത് ബോർഡർ ഇടുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലെന്ത് അനുസരിച്ച് ബോർഡർ ഇട്ട് പോയാൽ നല്ല ഷേപ്പിൽ നമുക്ക് ഇതിൻ്റെ ഹെഡ് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒരു സ്റ്റെയിൻ സ്റ്റിച്ച്, ഒരു ലോക്കൊക്കെ ഇട്ട ശേഷം തുടങ്ങാം, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഇളകിപ്പോരും കേട്ടോ. അപ്പോൾ നമ്മളൊരു ഇതുപോലത്തെ, ഇപ്പം ബിഗിനേഴ്സൊക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് 2, 3 ഒന്നും എടുക്കാൻ. അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് പയ്യെ ഓരോ സീക്വൻസ് വെച്ചിട്ട് ഇതുപോലത്തെ ഓരോന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇടയിൽ തന്നെ താഴെ പോകുന്നു. അപ്പം നമുക്കിത് ഒരെണ്ണം വെച്ചു, എന്നിട്ട് പയ്യെ അങ്ങോട്ട് വലിച്ചിട്ട് നല്ല ത്രെഡ് നല്ലപോലെ നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കണം കേട്ടോ, ലൂസാവല്ല. എന്നിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുത്ത് കൊടുക്കുക, എടുക്കുക. കണ്ടോ, അങ്ങനെ ഓരോ തട്ടായിട്ട് അടുത്ത സീക്വൻസ് എടുക്കുക, ഇടുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുത്ത് കൊടുക്കുക. നമ്മൾ ത്രെഡ് നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കണം കേട്ടോ. ഇങ്ങനെ അടുക്കി ഇത് മൊത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പം നമ്മൾ കൊമ്പാണ് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. കൊമ്പ് നമ്മൾക്ക് ഇങ്ങനെ ചെറിയ സ്റ്റെയിൻ സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. ഫുള്ള് നമ്മൾ ഇതിൻ്റെ ബോഡി ഫുള്ള് ചെയ്യുന്നത് സ്റ്റെയിൻ സ്റ്റിച്ച് വെച്ചാണ്, ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട്. വേറെ ഒന്നും അഡീഷണൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യകതയില്ല. നമ്മളിപ്പോൾ ഔട്ട് കൊടുക്കും. നമ്മളപ്പോൾ ഇത് ഫുള്ള് നമ്മൾ റൗണ്ടിൽ സ്റ്റെയിൻ സ്റ്റിച്ച് കൊടുത്ത ശേഷം ഇതിനകത്തിൽ മൊത്തം റൗണ്ടായിട്ട് നമ്മൾ സ്റ്റെയിൻ സ്റ്റിച്ച് കൊടുത്ത് കവർ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ എലിഫൻറ്റിൻ്റെ ഈ കൊമ്പ് നമ്മൾ മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ട്, ഔട്ട്ലൈന്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഈ കൊമ്പിൻ്റെ ഉൾഭാഗം മൊത്തം നമുക്ക് ഇപ്പം ഫില്ല് ചെയ്യണം. ഇങ്ങനെ സ്റ്റെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്യണം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം നമ്മളിനി കാലിങ്ങനെ ഫില്ല് ചെയ്യാൻ പോവാണ്. ചെറിയ സ്റ്റെയിൻ സ്റ്റിച്ച് തന്നെ, ഇത് സെയിം മെത്തേഡ് തന്നെ എടുത്തിട്ടാണ് നമ്മൾ കാല് ഫില്ല് ചെയ്യുന്നത്.
നമ്മൾ എവിടെയാണ് ഡ്രോ ചെയ്തേക്കുന്ന ആ ഡ്രോയിൻ്റെ മേളിൽ കൂടി തന്നെ നമ്മൾ സ്റ്റെയിൻ സ്റ്റിച്ച് ചെയ്ത് ഈ കാല് നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മൾ അഡീഷണൽ ഒരു വർക്കും അത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് എലിഫൻറ്റിൻ്റെ ലെഗും ബോഡിയും കവർ ചെയ്യാം. ഇതുപോലത്തെ ചെറിയ സ്മാൾ സ്റ്റെയിൻ സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ എല്ലായിടത്തും നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇതുപോലത്തെ ചെറിയ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ എങ്ങും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇവിടുന്ന് അങ്ങ് കവർ ചെയ്ത് എല്ലാ ഇടത്തും ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് കൊടുത്തേക്കുന്നത്. എങ്ങും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. എൻഡിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ ഒരു ക്ലോത്ത് പോലെ അപ്പോൾ ഉത്സവത്തിന് പോകുന്ന ആനയുടെ മേളിൽ എന്തായാലും ഒരു ക്ലോത്ത് കാണുമല്ലോ. അപ്പോൾ ആ ഒരു ക്ലോത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം. അവിടെ മാത്രമേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. സോ നമ്മളിവിടെ ഒരു ഡിസൈൻ, ക്രോസ് ഡിസൈൻ കൊടുക്കാം. ആദ്യം നമ്മൾ ഇവിടുന്ന് ത്രെഡ് എടുത്തു, ഇവിടെ 3 വട്ടം കുത്തി, അതിന് ശേഷം നമ്മൾ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കാം. അവിടെ നിന്ന് നമ്മൾ പയ്യെ മേളിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ 2 ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം, ഡബിൾ ലോക്ക് കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് കുത്തുക. ഇവിടെയും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, കാരണം ഇത് ലൂസായാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കുത്തുക. എടുത്തതിന് ശേഷം അവിടെ ഒന്നും കൂടെ ഒരു ലോക്ക് കൊടുക്കുക. അതിനുശേഷം തിരിച്ച് വീണ്ടും ഓപ്പോസിറ്റ് കുത്ത് വെക്കുക. പിന്നെ ഇങ്ങനെ ചെയ്ത് ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് ഫില്ല് ചെയ്യാം. ഓൾമോസ്റ്റ് നമ്മളുടെ എലിഫൻറ്റിൻ്റെ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. ഇങ്ങനെ കുത്തി നമ്മൾ ഇവിടെയും ക്രോസ് സ്റ്റിച്ച് കൊടുക്കും, ഇവിടെയും ക്രോസ് സ്റ്റിച്ച് കൊടുക്കും. അങ്ങനെ നമ്മുടെ എലിഫൻറ്റ് പൂർണ്ണമായിട്ട് ഫിനിഷ് ആവാനായിട്ടുണ്ട്. എല്ലായിടത്തും നമ്മൾ ചെറിയ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഈ ഹെഡിൽ നിന്ന് തുടങ്ങിയാൽ പിന്നെ ഈ നല്ലപോലെ ഡ്രോ ചെയ്ത ശേഷം ആ ഡ്രോയിങ്ങിൻ്റെ പിക്ചറിൻ്റെ മേളിൽ കൂടെ മാത്രമേ നമ്മൾ ഈ സ്റ്റിച്ച് കൊടുക്കാവൂ. ഇത് നമ്മളിപ്പം ഞാൻ തീം വെച്ചേക്കുന്ന ഒരു വോക്ക് ചെയ്യുന്ന ഒരു ആനേൻ്റെ ഒരു തീമാണ് വെച്ചേക്കുന്നത്. അപ്പം നടന്നു പോകുന്ന പോലെ ഒരു സ്ട്രക്ചറിലുള്ള ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ എലിഫൻറ്റ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഫുള്ള് ചെയിൻ സ്റ്റിച്ചാണ്. ഇതിൻ്റെ കണ്ണിലാണെങ്കിലും ഒരു ചന്ദ്രക്കല പോലത്തെ ഒരു ഷേപ്പിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതും ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയും ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത്, കൊമ്പ് ഭാഗങ്ങൾ. പിന്നെ നമ്മൾ ഹെഡിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. എല്ലായിടവും അങ്ങ് ഇവിടുന്ന് ഈ ഫുള്ള് ബോഡി നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലോത്തിൻ്റെ മേൽ നമ്മൾ ഒരു സൈഡ് ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. സെയിം അതേ മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്ത് ഫിനിഷ് ആക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഗ്രാൻഡായിട്ട് ഫീൽ ചെയ്യും. ഇത് ആക്ച്വലി ഇതൊരു വോക്ക് നടന്നു പോകുന്ന ടൈപ്പ് ഒരു തോട്ട് വെച്ചിട്ടുള്ള ഒരു എലിഫൻ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് മാത്രം അറിഞ്ഞാൽ മാത്രം മതി. എല്ലാവർക്കും ഇത് സിമ്പിളായിട്ടൊരു ഗ്രാൻഡ് എലിഫൻറ്റിനെ നമുക്ക് ഒരു ട്രഡീഷണൽ എലിഫൻറ്റിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ബ്ലൗസിൽ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രാൻഡായിരിക്കും. അല്ലെങ്കിൽ സാരീൻ്റെ തുമ്പ് ഭാഗങ്ങളിലൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. I hope you guys like it. Please subscribe my YouTube channel, share, like and subscribe. Thank you so much for watching my video. God bless you all.